ഹായ് ഓൾ. ഇതാ നമ്മളിന്നൊരു റംബുട്ടാൻ വിളവെടുപ്പാണ്. റംബുട്ടാൻ വിളവെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ പ്രാവശ്യത്തെ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് നമ്മുടെ ഈ ഒരു റംബുട്ടാൻ ഫുള്ള് നശിച്ചു പോയി കായ്കൾ കേട്ടോ. അത് കാണിച്ചു തരാം. കണ്ടോ, എല്ലാം ഇതുപോലെ വിണ്ട് കീറി. ഇതിനകത്ത് കണ്ടോ ഒരെണ്ണമുണ്ട് നല്ലത്. ബാക്കിയെല്ലാം ഇതുപോലെ വിണ്ട് കീറി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കടിച്ചതൊന്നും അല്ല കേട്ടോ. കടിച്ചെങ്കിൽ ആ സ്കിന്ന് ഫുള്ളായിട്ട് വിട്ടു പോകുമല്ലോ. ഇതിപ്പോൾ ഒന്നും വിട്ടു പോയിട്ടില്ല. ഫുള്ള് പച്ചയുടെ ഉൾപ്പെടെ ഇങ്ങനെ വിണ്ട് കീറിയാണ് ഇരിക്കുന്നത്. കണ്ടോ, പച്ച ഉൾപ്പെടെ ഇങ്ങനെ വിണ്ട് കീറി ഒരുമാതിരി കണ്ണ് പോലെയൊക്കെ. ഇത് വെയിലിൻ്റെ കാഠിന്യമായിരിക്കണം ഒന്ന്, അതല്ല എങ്കിൽ ദൃഷ്ടി. രണ്ടിലേതോ ഒന്നാണ്. അപ്പോൾ നിങ്ങളുടെ റംബുട്ടാനൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ഇത് ഇത്രയും ആയപ്പോഴേ നമ്മൾ ഇത് പിച്ചിയെടുക്കാൻ പ്രായമായപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോഴെല്ലാം വിണ്ട് കീറി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയത്. ഇനി ഒന്നും ചെയ്യാനും പറ്റില്ല. ഇതിലിപ്പോൾ ഇതിലാണ്ട് ഇത് നല്ലൊരെണ്ണമുണ്ട്. ഇത് വെറൈറ്റി ഒന്നുമല്ല, ഇത് സീഡ് മുളച്ച് തൈ ആയി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈബ്രിഡിന് ഇത്ര വിഷയമില്ലെങ്കിലും ഒരുപാട് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് പക്ഷേ ഒരുപാടൊന്നും കൊഴിഞ്ഞു പോയില്ലായിരുന്നു. ഈ ഒരു മരത്തിന് കൊള്ളുന്ന അത്രയും നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി. പക്ഷേ മൊത്തം ഇതുപോലെ ലബബൂൻ്റെ പല്ല് പോലെ ഇരിക്കുകയാണ് ഫുള്ള്. ഇതെല്ലാം നമ്മൾ കരുതുന്നത് നല്ലതാണ്. അങ്ങനെ എടുത്ത് നോക്കുമ്പോഴേ ഇതൊരെണ്ണേ ഉള്ളൂ കൊള്ളാവുന്നത്. ഇതും പോയതാണ്. എടുത്ത് നോക്കുമ്പോഴാണ് എല്ലാം. ഇതിപ്പം വെറും വിണ്ട് കീറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ മഴയും കൂടെ പെയ്തപ്പോഴത്തേക്കിനും അതിങ്ങനെ ഒരു പൂപ്പല് പോലെ ആയിട്ടുണ്ട്. ഫുള്ളിങ്ങനെയാണ്, ഇങ്ങനെ അങ്ങ് ആയേക്കുവാണ്. ലബൂബൂൻ്റെ പല്ലോ കണ്ണോ എന്തൊക്കെയാണ്. എന്തായാലും കടുത്ത വെയിലത്ത് എന്ത് ചെയ്താലും നമ്മുടെ റംബുട്ടാനൊന്നും പിടിച്ച് കിട്ടും. പക്ഷേ നമുക്ക് ഫലമായി കിട്ടാൻ വലിയ പ്രയാസമാണ് കേട്ടോ. കണ്ടോ, നല്ല റെഡ് കളറിലുള്ള നല്ല റംബുട്ടാനുകളായതെല്ലാം അത് ഫുള്ള് ഇങ്ങനെ പോയേക്കുവാണേ. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള റംബുട്ടാനൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും കടുത്ത വേനലാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ റംബുട്ടാൻ മരത്തിൽ ഒന്നും ഒരു 10 വല്ലതും കിട്ടുമായിരിക്കും. ഇപ്പോൾ ഇത്രയും പറിച്ചപ്പോൾ നമുക്ക് ഒരെണ്ണം വലിയ കിട്ടിയത്. ചെറുത് പച്ചകൾ വരെ ഇങ്ങനെ വിണ്ട് കീറി വരിക. ഇതപ്പോൾ ഒന്നും കടിക്കുന്നൊന്നുമല്ല. കടിച്ചാൽ ഈ സ്കിന്ന് വിട്ടു പോകത്തില്ലല്ലോ. ഇത് കണ്ടേ, സ്കിന്നൊക്കെ അതുപോലുണ്ട് ചെറുതായിട്ട്. ഇതിലിപ്പോൾ ഒരെണ്ണം നല്ലത് കിട്ടി, 2 എണ്ണം നല്ലത് കിട്ടി. അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്കൊരു റംബുട്ടാൻ. ഇത് നല്ലതാണെന്ന് കരുതിയതാണ്, പക്ഷേ അതും കൊള്ളില്ല. അപ്പം വളരെ മോശമായ അവസ്ഥയാണ്. കടുത്ത വേനലിൽ റംബുട്ടാൻ ഫ്രൂട്ട്സ് ഇങ്ങനെ ആവുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോഴത്തെ കഠിനമായ വേനൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാവണം. അപ്പോൾ നമുക്ക് വിഷമിക്കാനില്ല. നമുക്ക് വേറെ ഒരു റംബുട്ടാൻ മരം ഉണ്ട്, N18. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായത് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ഇല്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ 1/3 നമുക്ക് കിട്ടും. ഇത് നല്ലതാണ്. ഇത് പോയതാ കണ്ടോ. ഇത് വിട്ടു പോയിട്ടില്ല, ഒന്നും കടിച്ചതൊന്നുമല്ല. പക്ഷേ ഇത് മഴ പെയ്തതുകൊണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നത് ചുറ്റുവേ. അല്ലെങ്കിൽ ഇതിന് കറുപ്പൊന്നും ഇല്ലായിരുന്നു, പ്ലെയിനായിട്ടിരുന്നത്. മഴയും കൂടെ പെയ്തപ്പോഴത്തേന് അതൊരുമാതിരിയായി. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആകെ കിട്ടിയത് 2 എണ്ണമാണ് കേട്ടോ. ഇതും കിട്ടിയിട്ടില്ല. ഇത് 2 എണ്ണം നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും പിണ്ട് കീറാത്തത്. അങ്ങനെ റെയറായിട്ട് കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് കൊതിക്ക് കഴിക്കാനുള്ളത് വേറൊരു മരത്തിലുണ്ട്, അത് ഒരുപാടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ 1/3 നമുക്കുണ്ട്. നമ്മുടെയൊക്കെ എന്തായാലും കൊതി തീർത്ത് കഴിക്കാനുണ്ട് കേട്ടോ. ഇത് നമ്മുടെ N18 റംബുട്ടാനാണ് കേട്ടോ. ഇതും കുറവാണ്, ഇത് നമ്മുടെ ആവശ്യത്തിന് കഴിക്കാൻ ആവശ്യത്തിനുണ്ട്. ഇതിങ്ങ് വെച്ച്
അപ്പോൾ N18 അത്ര വിഷയങ്ങളില്ല എങ്കിലും ഫ്രൂട്ട് കുറവാണ് കേട്ടോ. പൊട്ടിയിട്ടൊന്നുമില്ല, കീറിയിട്ടൊന്നുമില്ല. ഇനി വെയിലാണോ കണ്ണാണോ എന്നറിയാൻ വയ്യ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റംബുട്ടാൻ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് കഴിക്കുവാണോ? ഇവിടെ കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിച്ചുന്നു, കഴിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ.